ഈശോയിൽ സ്നേഹമുള്ളവരെ, കാനായിലെ കല്യാണ നാളിൽ വെള്ളം വീഞ്ഞാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഈശോ മറിയത്തോട് പറയുന്ന, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അത് യോഹന്നാൻ 2:4. യോഹന്നാൻ 19:26 കുരിശിൻ്റെ ചുവട്ടിൽ, കുരിശിൽ ഈശോ കിടക്കുമ്പോഴും, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. ഇത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് തോന്നാം, എന്തുകൊണ്ടാണ് ഈശോ തൻ്റെ അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചത്? അത് ഈശോയുടെ അമ്മയല്ല, ദൈവത്തിൻ്റെ അമ്മയല്ല എന്നൊക്കെ ചിന്തിക്കുന്ന കൂട്ടരും അതുകൊണ്ടാണ് സ്ത്രീ എന്ന് വിളിച്ചത്, ഈ മാതാവിന് അത്ര പ്രാധാന്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് സ്ത്രീ എന്ന പദം അത് കുറച്ചുകൂടി വളരെ വ്യക്തമായിട്ടും മാതാവിന് കൊടുക്കുന്നത്. അത് യോഹന്നാൻ്റെ ഈ സുവിശേഷത്തിൽ 2 പ്രാവശ്യം. അത് മാത്രമല്ല, യോഹന്നാനാണല്ലോ വെളിപാട് എഴുതിയത്. അപ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ സ്ത്രീയും ഉഗ്രസർപ്പവും എന്ന് വിവരിക്കുന്ന ഭാഗത്ത് ഇത് വളരെ ഡയറക്റ്റായിട്ട്, അത് സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവിടെ മുമ്പിൽ കാത്തു നിന്നു, ഇങ്ങനെ പറയുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ദൈവശാസ്ത്രപരമായി വളരെയധികം അർത്ഥമുണ്ട്. ഇന്നത്തെ 1-ാം വായനയിൽ നിങ്ങൾ കേട്ട് കാണും, ഉൽപ്പത്തി 3:15 ജനസിസ് 3:15. ഒരു പക്ഷെ കുറച്ചുകൂടി ബൈബിൾ പഠിക്കുന്നവർക്ക് അതറിയാൻ പറ്റും. അത് ആദ്യത്തെ സുവിശേഷം എന്നാണ് പറയുക. സുവിശേഷം എന്താ? നല്ല വാർത്ത, ആദ്യത്തെ നല്ല വാർത്ത. അതിന് ലാറ്റിനിൽ പറയുന്നത് പ്രോട്ടോ എവങ്കേലിയം. പ്രോട്ടോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ആദ്യത്തെ സുവിശേഷം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് പർദീസയിൽ പാപം ചെയ്ത് അവർ ഒരു കെണിയിലകപ്പെട്ടപ്പോൾ അവരോട് ദൈവം പറഞ്ഞ ആദ്യത്തെ നല്ല വർത്തമാനമാണ് ഉൽപ്പത്തി 3:15. അതിപ്രകാരമാണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഫിലിം, മെൽ ഗിബ്സൺ ആണ് അത് ചെയ്തത്. അദ്ദേഹം ഈ യോഹന്നാൻ്റെ സുവിശേഷം നല്ല വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ, ആ ഫിലിമിൽ അത് നന്നായിട്ടത് ഉൾച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ആദ്യത്തെ സുവിശേഷമാകുന്നത് കുറേ പേർക്ക് അറിയാൻ സാധിക്കും. നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. ഇത് ഹവ്വയോട് പറഞ്ഞതാണ്. ആദ്യത്തെ ഹവ്വ, രണ്ടാമത്തെ ഹവ്വ മറിയം എന്നൊരു വ്യാഖ്യാനമുണ്ട്. അനുസരണക്കേട് മൂലം ആദ്യത്തെ ഹവ്വ, അതുമൂലം പാപം വന്നെങ്കിൽ അനുസരണം മൂലം, രണ്ടാമത്തെ ഹവ്വയുടെ അനുസരണം മൂലം ഭൂമിയിലേക്ക് നന്മ കടന്നു വന്നു. അപ്പം ആദ്യത്തെ ആദം, പർദീസയിലെ ആദം, രണ്ടാമത്തെ ആദം അത് ഈശോയാണ്. ഇങ്ങനൊരു വ്യാഖ്യാനമുണ്ട്. അപ്പം മരിയോളജി, മരിയ ശാസ്ത്രത്തിൽ ഇതിൽ ഒരു മാതാവിൻ്റെ സാന്നിധ്യം അവർ കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ രചയിതാവ് ഇതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ മരിയ ശാസ്ത്രജ്ഞർ ഇതിൽ ഒരു മരിയോളജി കാണുന്നുണ്ട്. അതായത് ആ സ്ത്രീ മറിയമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച്, നീയും, സർപ്പത്തോട് പറയുന്നതാണ്, ദൈവം പറയുകയാണ്, നീയും സ്ത്രീയും തമ്മിലും, അതായത് പിശാച് നീയും മറിയവും തമ്മിലും, നിന്റെ സന്തതി, പിശാചിൻ്റെ സന്തതി ആരാ? പിശാച് തന്നെ. നിന്റെ സന്തതിയും അവളുടെ സന്തതി ആരാ? മറിയത്തിൻ്റെ സന്തതി ആരാ? ഈശോ. ഞാൻ ശത്രുത ഉളവാക്കും. അതാണ്, ഒരു യുദ്ധത്തിലാണ്, ഇപ്പോഴും ഘോര യുദ്ധത്തിലാണ്, പിശാചുമായിട്ടുള്ള യുദ്ധത്തിൽ. അപ്പോൾ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ഇത് മെൽ ഗിബ്സൺ ആ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഫിലിമിൽ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങൾക്ക് നെറ്റിൽ ഇത് എടുത്ത് നോക്കാം. ഈശോ ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ ഒരു സർപ്പം എഴഞ്ഞു പോകുന്നത് കാണും. അപ്പോൾ ഉടനെ തന്നെ ഓരോറ്റ ചവിട്ടി കൊന്നുകളയും, തല തകർത്ത് കളയും. ഇത് ഈ ദൈവശാസ്ത്രം അവിടെ മെൽ ഗിബ്സൺ ഉൾച്ചേർത്തിരിക്കുകയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കണം അത്. അപ്പോൾ
അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. പിശാചിനോട് പറയാണ്, നീ അവൻ്റെ ആരുടെ? മറിയത്തിൻ്റെ സന്തതിയുടെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അത് കുരിശ് മരണത്തെക്കുറിച്ചുള്ള സൂചനയാണ്. ഒരുപക്ഷെ സാധാരണ വിശ്വാസികൾക്ക് ഇത് മനസ്സിലാകണമെന്നില്ല. ഇത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് പ്രസംഗത്തിലൊക്കെ വൈദികർ അങ്ങനെ പെട്ടെന്ന് പറയണമെന്നില്ല ഇതേക്കുറിച്ച്. പ്രോട്ടോ എവങ്കേലിയും. അപ്പോൾ ഇതാണ് ഒരു മരിയ ശാസ്ത്രം ഇതിൽ കാണുന്നുണ്ട്. മാതാവിനോടൊപ്പം ചേർന്ന് നമ്മൾ തിന്മയുടെ ഒരു യുദ്ധത്തിലാണ്. ഒന്നുകൂടി, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അപ്പോൾ ഈ സ്ത്രീയാണ് യോഹന്നാൻ ഉപയോഗിക്കുന്ന സ്ത്രീ. സ്ത്രീ എന്ന ഇൻവേർട്ടഡ് കോമ ഇട്ട് കഴിഞ്ഞാൽ വലിയ അർത്ഥമാണ്. രക്ഷാകര പദ്ധതിയിൽ വലിയ സ്ഥാനം വഹിക്കുന്ന സ്ത്രീ, അങ്ങനെ ഒരു ധ്വനിയുണ്ട്. അതുകൊണ്ട് മറിയത്തെ അവഹേളിച്ച് പറഞ്ഞതല്ല. ഇതിൻ്റെ ദൈവശാസ്ത്രം നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ഇത് ചിന്തിക്കരുത്. പെന്തക്കോസ്ത ബൈബിളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. നമുക്ക് കാത്തലിക് ബൈബിളിലും പഴയ നിയമത്തിൽ 46 പുസ്തകമുണ്ട്. പെന്തക്കോസ്ത ബൈബിളിൽ 39 പുസ്തകമുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മൊത്തത്തിൽ വ്യത്യാസമാണ്. അത് അങ്ങനെ ഒരു പഠനമേ ശ്രദ്ധിക്കാനേ പോകരുത്. അപ്പോൾ ഈ ഒരു പഠനം നമ്മളത് മനസ്സിലാക്കണം. യോഹന്നാൻ സുവിശേഷകൻ ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറിയത്തെ സ്ത്രീ എന്ന് വിളിച്ചത് അവഹേളിക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് രക്ഷാകര പദ്ധതിയിൽ ഒരു സ്ത്രീക്ക് സ്ഥാനമുണ്ട്, ആ സ്ത്രീയാണ് പരിശുദ്ധ മറിയം. അതാണ്, അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. രക്ഷാകര പദ്ധതിയിൽ ഒരു സ്ത്രീയെ ദൈവം ഉപയോഗിക്കും, ആ സ്ത്രീയാണ് പരിശുദ്ധ മറിയം. അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുകയാണ്, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. 12:4 ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. ഈശോയെ കൊല്ലാൻ നമുക്കറിയാമല്ലോ, ഹെറോദസിനെ ഭയന്ന് ഈജിപ്തിലേക്ക് ഓടിയത്. ഇനി വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാത്താനുമായിട്ടുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡയറക്റ്റ് ഒരു ഹിൻഡുണ്ട്. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോഴും സർപ്പമായിട്ടുള്ള യുദ്ധത്തിലാണ്. ആരുടെ കൂടെ നിൽക്കുന്നവർ? ദൈവകൽപ്പനകൾ പാലിക്കുന്നവർ, അവരുടെ സന്താനങ്ങളിൽ അവശേഷിക്കുന്നവർ. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയല്ലേ, നമുക്ക് അമ്മയായിട്ട് തന്നതല്ലേ, അവളുടെ മക്കളല്ലേ നമ്മൾ. അപ്പോൾ അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരുടെ യുദ്ധം ചെയ്യാൻ സർപ്പം പുറപ്പെട്ടു. അപ്പോൾ പർദീസയിലെ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ വിജിലൻ്റായിട്ട് മുന്നോട്ട് പോകണം. ഇനി അതെവിടെ നിലയുറപ്പിച്ചു എന്ന് അറിയാവോ? അത് മണൽത്തിട്ടയിൽ, അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. വെളിപാട് 12:18 അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. സമുദ്രത്തിൻ്റെ മണൽത്തിട്ട നിങ്ങൾക്കറിയാമല്ലോ, ഉറപ്പില്ലാത്ത സ്ഥലം, വഴുക്കി വീഴുന്ന സ്ഥലം, കാല് താഴ്ന്നു പോകുന്ന സ്ഥലം. അങ്ങനെ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന പിശാച് നമ്മളിപ്പോഴും നമുക്ക് എവിടെയാണെന്നറിയാം, നമ്മൾ എവിടെയാണ് വീഴ്ത്തേണ്ടതെന്നറിയാം. അതുകൊണ്ടാണ് ഈ പഴിചാരലും കുറ്റം ചുമത്തലും ഒക്കെ ഇന്നത്തെ 1-ാം വായനയുടെ ആമുഖത്തിൽ നമ്മൾ കാണുന്നത്. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം, പിശാച് നമ്മൾ വിട്ടുകൊടുക്കരുത്. എഫേസ്യർ 4:27 സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. മറിയത്തോടൊപ്പം ഉള്ള ഈ തീർത്ഥാടനത്തിൽ, മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ, നമ്മുടെ വിശ്വാസ തീർത്ഥാടനത്തിൽ നമുക്ക് മറിയത്തെ കൂട്ടുപിടിക്കാം, നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ആ സ്ത്രീ രക്ഷാകര പദ്ധതിയിൽ വലിയ സ്ഥാനമുള്ള സ്ത്രീ ഇന്ന് സഭയിൽ ആക്റ്റീവാണ്, നമ്മുടെ കൂടെ ഉണ്ട് നമ്മളെ സഹായിക്കാനായിട്ട്. നമുക്ക് പ്രത്യേകം മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കാം. കന്യകാമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ചേർന്ന് പാടിക്കുക. കന്യകാമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. ആമേൻ.